പുൽപ്പള്ളി പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റിയിൽ അവിടെ കാട്ടുപന്നികളെ വെടിവെച്ചതിന്റെ ചിത്രമാണ് പത്രങ്ങളിൽ വന്നിട്ടുള്ളത്. ആ പത്രങ്ങളിൽ വന്ന ചിത്രമെടുത്ത് അദ്ദേഹം പാർലമെന്റിൽ കാണിച്ചു. ഞങ്ങൾ ചെന്നപ്പം അദ്ദേഹം പേപ്പർ കയ്യിൽ വെച്ചിരുന്നു, ഞങ്ങളെ കാണിച്ചു. അപ്പോൾ അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം വളരെ സ്റ്റഡീഡാണ്, അദ്ദേഹത്തിന് പ്രശ്നം പരിഹരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള സംഭാഷണത്തിൽ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിക്കുമെന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. പാലിക്കട്ടെ, അങ്ങനെ കേരളത്തിൽ വരട്ടെ, ഈ പ്രശ്നത്തിൽ ശാശ്വത പരിഹാരമുണ്ടാകട്ടെ. നൂറുകണക്കിന് ആളുകൾ മരിക്കപ്പെടുന്ന മരണത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ നമുക്ക് കഴിയട്ടെ. ഒരുമിച്ച് ആ കാര്യത്തിൽ ചാലക്കുടി ഇപ്പോൾ പുലി ഇറങ്ങിയിട്ടുണ്ട്. അത് പുലിയെയും വണ്ടിപ്പെരിയാർ പോലെ തന്നെ വെടിവെച്ച് കൊല്ലണമെന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറയാം. ജനവാസ മേഖലകളിൽ ഭീഷണി ഉയർത്തുന്ന, ഉദാഹരണം പറഞ്ഞാൽ ആ പുലിയുടെ മുമ്പിൽ ആരും അറിയാതെ അവിടുത്തെ ഒരു യാത്രക്കാരൻ പോയാൽ, ഒരു പാൽക്കാരൻ പോയാൽ, കൃഷിക്കാരൻ പോയാൽ ആ പുലി ആക്രമിക്കുമല്ലോ, കടിച്ചു കീറുമല്ലോ. അപ്പോൾ മനുഷ്യന്റെ ജീവൻ വലുതല്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഞാൻ പറഞ്ഞുതരാം. ഈ വനമേഖലയിൽ നിന്ന് പുറത്തേക്ക് വരുന്നവരെ തീർച്ചയായും വെടിവെക്കണം, അല്ല വേറെ മാർഗ്ഗമില്ല. ഇപ്പം നമ്മളിത് വണ്ടിപ്പെരിയാൽ എന്താ കടുവ ചെയ്തത്? എന്താ മയക്കുമടി വെക്കുക ചെയ്തത്? പക്ഷെ അത് ഓടിപ്പോവല്ല, മയങ്ങല്ല ചെയ്തത്, നേരെ കുതിച്ചു പായുക ചെയ്തത്. അപ്പോൾ ഈ തോക്കുള്ളത് കൊണ്ടല്ലേ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്? കൃഷിക്കാരനെ തോക്കുണ്ടോ? ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ കൃഷിക്കാരനെ അപ്പം തന്നെ വകവരുത്തിയല്ലേ? അപ്പോൾ അതിനെ എണീറ്റ് നിന്ന് വനപാലകരുടെ തലക്കടിച്ചു, ഹെൽമറ്റ് തകർന്നു പോയി. അടുത്ത അടി വന്നപ്പോഴാണ് വെടിവെച്ചത്. ആ സമയത്ത് വെടിവെച്ചില്ലെങ്കിൽ ആ മനുഷ്യനെ കൊല്ലും. അപ്പോൾ വനപാലകർക്ക് പോലും, ആയുധധാരികളായിട്ടുള്ള വനപാലകർക്ക് പോലും രക്ഷയില്ലാത്ത സന്ദർഭത്തിൽ സാധാരണക്കാരെ കൃഷിക്കാരെന്ത് ചെയ്യും? പറ, നിങ്ങൾ പറ, സൊല്യൂഷൻ പറ. അല്ല, ഞാൻ ചാലക്കുടിയിൽ ഇന്ന് ഇറങ്ങിയ പുലിയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് അഭിപ്രായം. 100%. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതായത് ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്ന, ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാകുന്ന ഈ വന്യജീവികൾ വനാതിർത്തിയിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ വനത്തിനകത്ത് കയറി വെക്കണം. ഞാനൊരു കാര്യം പറയാം. ഇതെല്ലാം പറയുമ്പം കേരള കോൺഗ്രസ് പാർട്ടി പരിസ്ഥിതിക്കെതിരല്ല. പരിസ്ഥിതി സംരക്ഷിക്കണം, ഈ ജീവജാലങ്ങളൊക്കെ ഉണ്ടാവണം. ഇത് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞതുപോലെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. നിങ്ങൾ വായിച്ചല്ലോ, മാധവ് ഗാഡ്ഗിലിലെ ഏറ്റവും വലിയ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ. അദ്ദേഹം പറഞ്ഞല്ലോ, സ്വീഡനിലൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ ശാസ്ത്രീയമായ പഠനം നടത്തണം, സാറ്റലൈറ്റ് സർവേ നടത്തണം. ഈ ശാസ്ത്രീയമായ പഠനങ്ങൾ നടക്കുന്നില്ല. ഇന്ത്യയിലെ തന്നെ ശരാശരി ആനകളുടെ വർധനവ് 16%, കേരളത്തിൽ 64%. വനാവരണം കേരളത്തിൽ ദേശീയ തലത്തിനേക്കാൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് കേരളത്തെ സംബന്ധിച്ച് ഈ ഫോറസ്റ്റ് ഉണ്ടാവേണ്ടതില്ല. ഫോറസ്റ്റ് ആവശ്യത്തിനുണ്ട്, ജീവികളെ സംരക്ഷിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് വനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ആളുകളെ ഉപദ്രവിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്ന് മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ. അല്ല, ഇതിനെ കാണുന്നതിനെല്ലാം വെടിവെക്കണം എന്നുള്ള അഭിപ്രായമല്ല, അങ്ങനെ അഭിപ്രായമില്ല. ആളുകൾക്ക് ഭീഷണിയാവുന്ന, അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു വന്യജീവി ജനവാസ മേഖലയിൽ വന്നാൽ ആ വന്യജീവിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അതിനാവശ്യമുള്ള നിയമം ഉണ്ടാകേണ്ടതുണ്ട്. അതിനാവശ്യമുള്ള നിയമം മാത്രം പോലെ അതിനുള്ള സിസ്റ്റം ഉണ്ടാവേണ്ടതുണ്ട്. നിയമം ഇപ്പോൾ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷേ സിസ്റ്റം ഇല്ല, ഭയമാണ് എല്ലാവർക്കും. അതുകൊണ്ട് ആ ഭയം മാറ്റി എങ്ങനെ ചെയ്യണമെന്ന് സ്ട്രിക്റ്റായിട്ടും കൃത്യമായും ഉള്ള ഡയറക്ഷൻ പോകണം, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് പോകണം. അതാണ്.